പി എസ് മാഷേ, നമ്മൾ ഈ സാധാരണ രാഷ്ട്രീയ ചർച്ചകളും ദേശീയ രാഷ്ട്രീയവും ഒക്കെയാണ് നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പം ഇന്നലെ വന്നൊരു വാർത്തയുടെ ഒരു കാര്യം നമുക്ക് ചർച്ച ചെയ്യാതെ പോയിട്ട് കാര്യമില്ല. കാരണം അത് പൊതുസമൂഹത്തിന് കൊടുക്കുന്നൊരു സന്ദേശം വല്ലാത്തൊരു രീതിയാണ്. നമ്മളിത് ഈ ഒരു ചർച്ച ഒരുപക്ഷെ കുഞ്ഞുങ്ങൾ വരെ കേട്ടാൽ അവരും കൂടെ അതിനകത്തൊരു ബോധത്തോടു കൂടി പെരുമാറേണ്ടതിന് വേണ്ടിയാണ് ചർച്ച ചെയ്യുന്നത്. മാത്രമല്ല ഇത്തരത്തിലൊരു കാര്യം ചർച്ച ചെയ്യാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ള ഒരാളാണ് പി എസ് മാഷ് എന്ന് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താ പറയുക, അദ്ദേഹം ഒരു അധ്യാപകനാണ്. വളരെ ദീർഘമായിട്ട് പക്ഷേ താഴെ തൊട്ട് അങ്ങ് കോളേജ് ഉൾപ്പെടെയുള്ള കുട്ടികളെ പഠിപ്പിച്ചിട്ടുള്ളത് വളരെ ദീർഘമായിട്ട് അതിനകത്ത് പരിചയമുള്ളതും. അതായത് കുട്ടികളുടെ മാനസികാവസ്ഥയൊക്കെ ഒരു ഏറ്റവും കൂടുതലായിട്ട് മനസ്സിലാക്കാനും അല്ലെങ്കിൽ ആ മേഖലയിൽ നിൽക്കുന്ന ആൾക്കാണെന്നല്ല കഴിയുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞുങ്ങളിപ്പോൾ കുഞ്ഞുങ്ങളല്ലാതാവുക. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പണ്ട് ഒരുപക്ഷെ നമ്മുടെയൊക്കെ കൊച്ചുനാളുള്ളതുപോലെ കുഞ്ഞുങ്ങൾക്ക് വളരെ ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ അവർ വളരെ സ്പീഡിയാണ്, ജെന്നാണ്, എല്ലാത്തിനകത്തും ബോധമുണ്ട്. ബോധം എത്രയും പെട്ടെന്ന് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളെല്ലാം ഫ്രണ്ടിലിരിക്കുക. എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്, ഓൺലൈൻ സംവിധാനങ്ങൾ. പക്ഷേ അതൊക്കെ വളഞ്ഞ ബുദ്ധിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതിനെപ്പറ്റി ഒരു നല്ല പരിശോധന നടത്തേണ്ടി വരും. അതായത് ക്രിമിനൽ കാര്യങ്ങൾ ചെയ്യുന്നതിനും അല്ലെങ്കിൽ ഈ പറയുന്ന അറിവുകളും മറ്റു പലതും ഒക്കെ മോശം കാര്യങ്ങൾ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്തരത്തിലാണോ ഇവരുടെ ചിന്തയൊക്കെ പോകുന്നത്. അതായത് വൈകല്യം നിറഞ്ഞ ചിന്ത ഒരു മോശം യൂത്ത് അല്ലെങ്കിൽ വിദ്യാർത്ഥികളൊക്കെ നമ്മുടെ രാജ്യത്ത് ഉണ്ടാകുന്നുണ്ട്. ക്രിമിനൽ സ്വഭാവം എല്ലാ മേഖലയിലും അതിന് മുൻഗണന കൊടുത്തു പോകുന്ന ഒരു അവസ്ഥയുണ്ടെന്ന്. അപ്പം ഞാൻ ഈ പറഞ്ഞ വാർത്ത കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കുന്നു. 9ാം ക്ലാസ്സിൽ വരുന്നൊരു പെൺകുട്ടി. നമുക്ക് പറയാൻ പോലും, അല്ലെങ്കിൽ അത്തരത്തിൽ ഉപദ്രവിച്ചവനെ കാണുമ്പോൾ എൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ നിയമ നടപടി ഇല്ലെങ്കിൽ അവനെ ഞാൻ കൈകാര്യം ചെയ്ത് കളയുന്ന ഒരു മനസ്സുള്ള മനുഷ്യൻ. കഴിഞ്ഞ ദിവസം ഒരു കുഞ്ഞിൻ്റെ 1.5 വയസ്സൊരു കുഞ്ഞിൻ്റെ കാലെ പിടിച്ചൊരുത്തിന് അടിച്ച് അവനെ എൻ്റെ കിട്ടിയാൽ കൊല്ലും. അതിനകത്ത് അന്നേരം എനിക്ക് മാന്യനൊന്നുമല്ല, നമുക്ക് ആ ക്രൂരത ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു മാനസികാവസ്ഥ. അപ്പോൾ കുഞ്ഞുങ്ങളോടും ഇവരോടും ഒക്കെയുള്ള ഒരു പെരുമാറ്റത്തിന് അതൊരു മര്യാദ വേണമെന്ന് ചോദിക്കുമ്പം, അപ്പോൾ 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിനെ 10 പേര് കൂടി ഉപദ്രവിക്കുന്നു, അല്ലെങ്കിൽ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കുന്നു. അത് സഹപാഠി എടുത്ത് പറയുന്നു, സഹപാഠി സ്കൂളിൽ പറയുന്നു, കൗൺസിലിങ്ങിന് ഈ ചൈൽഡ് കൗൺസിലിംഗ് വിധേയമാക്കുമ്പോൾ ഇത് പറയുന്നു. പോലീസ് സ്വാഭാവികമായിട്ട് ഇവർ പറഞ്ഞവരെല്ലാം അറസ്റ്റ് ചെയ്യുന്നു സാർ. അറസ്റ്റ് ചെയ്തിട്ട് ഇന്നലെ നമ്മൾ പറഞ്ഞ വാർത്ത, അപ്പോൾ ഞാൻ പി എസ് മാഷ് ഓർമ്മയുണ്ട്, പി എസ് മാഷ് ഞാൻ ചോദിച്ചില്ലേ, പണ്ടത്തെ കൊണ്ട് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്യുന്നില്ല സാറേ, ഇല്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു വാർത്ത FIR ഇട്ട് കഴിഞ്ഞാൽ ആദ്യം പിടിച്ചിട്ടാണല്ലോ ചോദ്യം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചോദ്യം ചെയ്ത് ബോധ്യത വരുത്തിയിട്ട് അറസ്റ്റ് ചെയ്യുന്നുള്ളൂ, അങ്ങനെയാണല്ലോ വാർത്ത വരുന്നത്. പി എസ് മാഷ് പറഞ്ഞു അങ്ങനെയാണെന്ന് തോന്നുന്നു പ്രശാന്ത്, ഇപ്പം അതിനകത്തൊക്കെ ചില കാര്യങ്ങൾ ഇപ്പം ദീർഘമായിട്ട് മാന്യമായിട്ട് അന്വേഷിച്ചതിന് ശേഷം ബോധ്യപ്പെട്ടിട്ടാണ് അറസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് മോശമാവുമല്ലോ എന്നുള്ളത്. ശരിക്കും അത് സംഭവിച്ചു. ഇന്നത്തെ വാർത്ത ആ പറഞ്ഞത് മൊത്തം കളവായിരുന്നു സാർ. ഇവരെല്ലാം പറഞ്ഞ ആൾക്കാരെ എല്ലാം പിടിച്ചു, സംസാരിച്ചു. പോലീസ് വലിയ വിദഗ്ധരാണ്, നമ്മുടെ പോലീസിനെ അവർ പിടിക്കണമെന്ന് വെച്ചാൽ പിടിക്കും. അപ്പോൾ ഓരോരുത്തരുടെ സംസാരിക്കുമ്പം അവർ പരസ്പരം ഈ പറയുന്ന ഇത്രയും പേര് കൂട്ടത്തിലാണ് ഇങ്ങനെ ആക്രമിച്ചതെന്ന് പറയുമ്പോൾ അവരെ പരസ്പരം സംസാരിച്ച് ഇവരെങ്കിലും തമ്മിലൊരു ബന്ധവുമില്ല പോലും. അല്ലെങ്കിൽ ഈ കുട്ടിയെ പരിശോധിച്ചപ്പോൾ അങ്ങനെ ഒരു കാര്യമേ നടന്നിട്ടില്ല. വീണ്ടും കൗൺസിലിംഗ് നടത്തി കഴിഞ്ഞപ്പോൾ ഇപ്പം തെളിഞ്ഞു വരുന്നത് ഇതിൻ്റെ ഒരു പ്രേമം ഉണ്ടായിരുന്നു, അതിൻ്റെ ബ്രേക്കപ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ വൈരാഗ്യ ബുദ്ധിയിൽ അവനോടും അവൻ്റെ കുറേ ആൾക്കാർ, അറിയാവുന്ന കുറേ ആൾക്കാരുടെയും കൂടെ അവൻ്റെ ജീവിതം നശിപ്പിക്കുക എന്നുള്ള ഒരു രീതി. ഇത് എന്തൊരു ലോകമോ സാർ ഇത്. അല്ല, നമ്മൾ ഇന്നലെ സംസാരിക്കുമ്പോൾ ഞാനങ്ങനെ പറയാൻ കാരണം, ഒന്ന്, പുതിയ കാലത്ത് സത്യസന്ധമായ രീതിയിലല്ല കാര്യങ്ങൾ പോകുന്നത്. പുതിയ ലോകം ഒരു നുണയുടെ ലോകമാണ് എന്നുള്ളതാണ്. ആരാണ് ഇവർക്ക് ഇതിന് മാതൃകയായതെന്ന് ചോദിച്ചാൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളെ നമ്മൾ 1ാം സ്ഥാനത്ത് നിർത്തേണ്ടി വരും. അവരൊക്കെ എങ്ങനെ നുണ പറയുകയും ഇന്ന് പറഞ്ഞാൽ നാളെ പറയാതിരിക്കുകയും നാളെ പറഞ്ഞാൽ മറ്റന്നാൾ പറയാതിരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു രീതി സമൂഹത്തിലൊരു മെസ്സേജായി യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, പടരുന്നുണ്ട് എന്നാണ് ഞാനും കണക്കാക്കുന്നത്. അതൊക്കെ കണ്ടു തന്നെ ആയിരിക്കണം ഈ കുട്ടികൾ എന്ത് ചെയ്യേണ്ടത്, ഇങ്ങനെ ആയിത്തീർന്നിട്ടുണ്ടാകും. സിനിമകളിലൊക്കെ അവതരിപ്പിക്കുന്ന വളരെ ക്രൂരമായ, അല്ലെങ്കിൽ നമ്മൾ പറയും ഒരു ക്രൂവൽ മൈൻഡിൻ്റെ പ്രതിഫലനങ്ങൾ എങ്ങനെയൊക്കെയാണ്, അതിൻ്റെ യുക്തികൾ എന്തൊക്കെയാണ്, അതിൻ്റെ കഥകൾ. ഇപ്പോൾ ദൃശ്യം സിനിമകളൊക്കെ തന്നെ പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളെ സ്വാധീനിക്കുന്നുണ്ട്, കുട്ടികളെ സ്വാധീനിക്കുന്നു. അപ്പോൾ ഈ കുട്ടികളിൽ ഇത്തരത്തിലുള്ള ചിന്തകളെ പ്രേരിപ്പിക്കുന്ന തരത്തിലേക്ക് കൂടുതലായി കൊണ്ടുപോകുന്നത് സിനിമകളും അതേപോലെ കഥകളും ഒക്കെയാണ് എന്ന് സാധാരണ നമ്മൾ അധ്യാപകർ മനസ്സിലാക്കാറുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് എങ്ങനെ അവിടെ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് കഴിയും?
അതിന് ബുദ്ധിമുട്ടാണ്. കാരണം അധ്യാപകരുടെ രീതികൾ തന്നെ വ്യത്യസ്തമായി കഴിഞ്ഞിരിക്കും. നേരത്തെ അധ്യാപകരെന്ന് പറയുന്നത് കുട്ടികളെ കൃത്യമായി മനസ്സിലാക്കി അവരെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായി പരിശ്രമിക്കുന്നവരായിരുന്നു. എന്നുവെച്ചാൽ അധ്യാപകൻ ഒരു മാസ്റ്റർ മൈൻഡ് ആയി മാറുന്ന ഒരു പ്രക്രിയയാണ് അവിടെ നടക്കുക. പക്ഷേ പുതിയ കാലത്തെ അധ്യാപകർ അങ്ങനെയല്ല, ഫെസിലിറ്റേറ്റേഴ്സ് മാത്രമാണ്. അവർ കുട്ടികളെ പഠിക്കാൻ സഹായിക്കും എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അധ്യാപകനിലെ കുട്ടികളിലുള്ള സ്വാധീനം കുറയുന്നുണ്ട്. അധ്യാപകർക്ക് മാത്രമാണോ കുട്ടികളിൽ സ്വാധീനം കുറയുന്നത്? അല്ല, രക്ഷകർത്താക്കൾക്ക് സ്വാധീനം കുറയുന്നത്. അമ്മയ്ക്കും അച്ഛനും ഒന്നും കുട്ടികളിൽ കാര്യമായ സ്വാധീനമില്ലാത്ത ഒരു പുതിയ കാലമാണ് ഈ ജെൻസിയുടെ ലോകം എന്ന് പറയും. പിന്നെ ആർക്കാണ് കുട്ടികളിൽ സ്വാധീനം എന്ന് ചോദിച്ചാൽ, കുട്ടികളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണും ആ മൊബൈൽ ഫോണിൽ അവർ കണ്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ചിത്രങ്ങളോ കഥകളോ സിനിമകളോ വാർത്തകളോ എന്തും കാണാമല്ല. വളരെ വിശാലമായൊരു ലോകമാണ് മൊബൈൽ സൃഷ്ടിക്കുന്നത്. അതിൽ ഓരോരുത്തരുടെ മൈൻഡിൻ്റെ ഇൻക്ലിനേഷൻ അനുസരിച്ച് മനസ്സിന് ചില മേഖലകളിലേക്ക് ചരിവുകളുണ്ട്. അത് സ്വാഭാവികമാണ്. ആ ചരിവുകൾ ശരിയല്ല എങ്കിൽ തിരുത്തുന്ന ജോലി, ഉത്തരവാദിത്വം രക്ഷകർത്താക്കൾക്ക്, അച്ഛനുണ്ട്, അമ്മയ്ക്കുണ്ട്, അധ്യാപകനുണ്ട്. ഇതൊന്നും ഇപ്പോൾ സാധ്യമല്ലാതായി കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുട്ടി തന്നെ തീരുമാനിക്കുകയാണ് ചെയ്യുന്നത്. കുട്ടി പ്രേമിക്കുന്നു, പ്രേമം പൊളിയുന്നു. അപ്പോൾ ഒരു ബ്രേക്കപ്പ് ഉണ്ടായി. ഉടനെ ആ പ്രേമത്തിൽ പങ്കാളിയായ ആളെ തൻ്റെ ഇരയാക്കി മാറ്റാനും അയാളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകളെയൊക്കെ കുടുക്കാനും വല നെയ്യുകയാണ് കുട്ടി. ആ വലയാണ് ഈ ഇത്രയും ആളുകളെ, 10ലധികം പേരുടെ പേരാണ് കൊടുത്തത്. പോലീസ് അന്വേഷിച്ച് നടന്ന് പിടികൂടി 6 പേരാണ് കിട്ടിയത്. അവരുമായിട്ട് വിശദമായി അവരുമായിട്ട് സംസാരിച്ച് പോലീസിൻ്റെ ഒരു നല്ല മൈൻഡ് കൊണ്ടാണ്, അല്ലെങ്കിൽ പോലീസ് ഇവരെയൊക്കെ പിടിച്ചപ്പോൾ തന്നെ 9ാം ക്ലാസ്സുകാരിയെ നീ ലൈംഗിക അതിക്രമത്തിന് വിധേയമാക്കിയോടാ എന്ന് ചോദിച്ചാൽ അവനെയൊക്കെ ഇടിച്ച് പപ്പടമൊക്കെ ആയിരുന്നു. പക്ഷേ പോലീസ് അത് ചെയ്തില്ല. അതിന് പകരം കൃത്യമായിട്ട് അന്വേഷണം നടത്താനായിട്ട് ശ്രമിക്കുകയും അവർ വളരെ ബുദ്ധിപൂർവ്വം ഈ വിഷയത്തിൽ ഇടപെടുകയും ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഇതിൽ ഈ പെൺകുട്ടി ആദ്യം പറയുന്നതല്ലല്ലോ ശരി എന്ന തോന്നൽ പോലീസ് ഉദ്യോഗസ്ഥർക്കുണ്ടാകും. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ലൈംഗിക അതിക്രമത്തിന് വിധേയമായിട്ടുണ്ടോ എന്നുള്ള പരിശോധന ആദ്യം നടത്തി. അപ്പോൾ അങ്ങനെയില്ല എന്ന് മനസ്സിലായപ്പോൾ ഇത് വലിയ ഒരു നുണയുടെ തുടക്കമാണ് എന്നവർ തീരുമാനിക്കുകയും പിന്നീട് വീണ്ടും ചോദ്യം ചെയ്യുകയും അങ്ങനെ അതിൻ്റെ ശരിയായിട്ടുള്ള വശങ്ങളിലേക്ക് അവർ കടന്നു ചെല്ലാനായിട്ട് കഴിയുകയും ഇത് മൊത്തം നുണയായിരുന്നു എന്ന് ആ കുട്ടി തന്നെ സമ്മതിക്കുന്നൊരു സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെയാണ് ഇതൊരു ബ്രേക്കപ്പിൻ്റെ കഥ മാത്രമായിട്ട് അവസാനിക്കുന്നത്. നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇങ്ങനെ കുട്ടികൾ തുടങ്ങിയാൽ നമ്മുടെ സമൂഹത്തിൻ്റെ സ്ഥിതി എന്തായിരിക്കും? കാരണം ഇത് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ മൈൻഡ് എങ്ങനെയാണ് ക്രിമിനലൈസ് ചെയ്യപ്പെട്ടത് എന്നാണ് നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കുക. ഒരു ക്രിമിനലൈസേഷനാണ്. കുറ്റവാസനയുടെ ഭാഗമായിട്ടാണ് അവർക്കിഷ്ടമില്ലാത്ത ആളുകളെയെല്ലാം കുറ്റവാളികളായിട്ട് ചിത്രീകരിക്കുകയും അത് പോലീസിനെ അറിയിക്കുകയും പോലീസിനെ കൊണ്ട് അവരെ പിടിപ്പിച്ച് ഇവരുടെ ജീവിതം തന്നെ തകർക്കാനായിട്ട് തീരുമാനിക്കുന്ന തരത്തിലുള്ള വൈരാഗ്യ ബുദ്ധി ആ കുട്ടിയുടെ മനസ്സിനകത്ത് പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ കുട്ടികൾക്ക് അങ്ങനെ ആകാൻ തുടങ്ങിയാൽ നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് വളരെ വളരെ മോശമായി മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. കുട്ടികളെ നമ്മൾ കാണുന്നത് നിഷ്കളങ്കതയുടെ നൈർമല്യത്തിൻ്റെ പ്രതീകം എന്ന നിലക്കാണ്. മോഹൻലാലിൻ്റെ സിനിമയിൽ തന്നെ പറയുന്നുണ്ട്, നീ കുട്ടിയാണ്, നിനക്കൊന്നും അറിയില്ല. അങ്ങനെ ആവണം കുട്ടികൾ. കാര്യങ്ങൾ വളരെ നിഷ്കളങ്കമായിട്ടുള്ള രീതിയിൽ കാണാൻ അവർക്ക് കഴിയണം. നമ്മളെപ്പോഴും പറയാറുണ്ട്, കുട്ടികളായിരിക്കുന്ന സമയത്ത് ആണ് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങളെ കാണുകയും പെരുമാറുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നത്. ഏറ്റവും വലിയ സൗഹാർദ്ദം, സ്നേഹം സംഗീതം പോലെയൊക്കെ ഒരു ഹൃദയത്തിൽ നിന്ന് മറ്റൊരു ഹൃദയത്തിലേക്ക് ഒഴുകുന്നൊരു കാലം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഈ മഹത്തരമായിട്ടുള്ള കാലത്ത്. അത് കഴിഞ്ഞ് അവർ പുറത്തിറങ്ങി കഴിയുമ്പോൾ, വിദ്യാഭ്യാസമൊക്കെ അവസാനിപ്പിച്ച് പുറത്തിറങ്ങി കഴിയുമ്പോൾ അവർ ഈ ലോകത്തിൻ്റെ ക്രൂരമായ കെട്ടുപാടുകളിലേക്ക് ചെന്ന് പെടുകയും ലോകം തങ്ങൾ സ്കൂളുകളിൽ കോളേജുകളിൽ ഒക്കെ അനുഭവിച്ചതല്ലല്ലോ എന്ന് തിരിച്ചറിയുകയും അങ്ങനെ പിന്നീട് ലോകത്തിൻ്റെ പ്രശ്നങ്ങൾ പഠിക്കാനും മനസ്സിലാക്കാനും അതിന് പറ്റുന്ന തരത്തിലേക്ക് അവർ മാറിത്തീരാനുമായിട്ട് ശ്രമിക്കുകയാണ്. അങ്ങനെ അവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലപ്പോഴും അവർ
സ്വകാര്യതയിലേക്ക് ഒതുങ്ങേണ്ട ഗതികേട് വരും. കാരണം എല്ലാവർക്കും വേണ്ടി ജീവിച്ചാൽ സംഭവിക്കുന്നത് ദുരന്തമാണ് എന്ന് പലയിടങ്ങളിൽ നിന്നിരുന്ന പാഠങ്ങൾ അവരെ പഠിപ്പിക്കും. അങ്ങനെയാണ് ഈ മോശമായ ലോകത്ത് ജീവിക്കാൻ പറ്റുന്ന മനുഷ്യനായിട്ട് അവൻ മാറിത്തീരുന്നത്. പക്ഷേ ഇതെന്താ സ്ഥിതി? 9ാം ക്ലാസ്സിൽ വെച്ച് തന്നെ മോശമായ ലോകം നിർമ്മിക്കാനുള്ള കൗശലങ്ങളുമായി ഒരാൾ ഇറങ്ങി വരുന്ന കാഴ്ചയാണ് വരും. തീർച്ചയായിട്ടും വളരെ ഗൗരവമായിട്ട് നമ്മുടെ സമൂഹം, നമ്മുടെ കലാലയങ്ങൾ, നമ്മുടെ അധ്യാപകർ, രക്ഷകർത്താക്കൾ, അതേപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും അടക്കം ഇത്തരം കാര്യങ്ങൾ അന്വേഷിക്കുകയും മനസ്സിലാക്കുകയും ലോകത്തിന് നേർവരയല്ല സങ്കീർണമായ രാവണൻകോട്ട പോലെയുള്ള ഒരു അവസ്ഥയാണ് ഉള്ളതെന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് അവർ പ്രവർത്തിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഞാൻ പറഞ്ഞ് നിർത്തിയേക്കാം. അന്ന് എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് നേരിട്ടുള്ള ഒരു അനുഭവമുണ്ട്. ഒരു 73 വയസ്സുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹം പോസ്കോ കേസിലകത്ത് കിടക്കുക. പോസ്കോ കേസിലകത്ത് കിടക്കുക. PS മാഷെ അദ്ദേഹത്തെ കാണാൻ അവിടുത്തെ CPM-കാരും വരുന്നു, BJP-കാരും വരുന്നു, ആ പ്രദേശത്തുള്ള എല്ലാ ആൾക്കാരും വരുമോ. ആര് 2 വയസ്സുള്ള കുഞ്ഞിനെ പീഡിപ്പിച്ചു. എല്ലാവർക്കും അറിയാം, കേസെടുത്ത പോലീസുകാരനും അറിയാം അയാളത് ചെയ്തിട്ടില്ല. 2 വയസ്സുള്ള കൊച്ചിനെ പീഡിപ്പിച്ചതിന് മൊഴി കൊടുക്കുന്ന ആരാന്നറിയോ? തള്ള. അറിയാമല്ലോ. 2 അടുത്തടുത്തുള്ള വീടുകളാണ്, ബന്ധുക്കളാണ്, അയൽ പ്രശ്നം. അപ്പോൾ അയൽ അതിനകത്ത് ന്യായം അദ്ദേഹത്തിൻ്റെ പേരിലാണ്. അപ്പം എല്ലാം ഈ പ്രായമുള്ള മനുഷ്യന് അനുകൂലമായിട്ടാണ്. അപ്പോൾ ഒരു രീതിയിലും അയാളെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതിന് ഈ കുഞ്ഞിൻ്റെ തള്ള അല്ലെങ്കിൽ അവരെല്ലാം കൂടെ ആലോചിച്ച് ഇയാളുടെ പേരിൽ കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പോസ്കോ കേസ് കൊടുത്തു. കുഞ്ഞിന് വാ തുറക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മുടെ നിയമത്തിൻ്റെ ഓരോ ചില കുഴപ്പങ്ങൾ മനസ്സിലാവുന്നുണ്ട്. പോലീസിന് എങ്ങനെ അന്വേഷിക്കാൻ പറ്റും? നിയമത്തിൻ്റെ കുഴപ്പമല്ല, നിയമത്തെ ദുരുപയോഗം ചെയ്യാനുള്ള സാധ്യതകൾ അല്ലെ, അത് ദുരുപയോഗം ചെയ്യാൻ പറ്റുന്നത് അതിനകത്തൊരു കുഴപ്പമായിട്ട് നമുക്ക് കാണാം. അപ്പം ഇങ്ങനെ പോസ്കോ കേസും അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന നിയമത്തിനകത്തെ പഴുതുകൾ ഉപയോഗിച്ച് യഥാർത്ഥത്തിൽ അതിന് അല്ലെങ്കിൽ അത് ചെയ്യുന്ന ആൾക്കാർ രക്ഷപ്പെടുകയും അല്ലെങ്കിൽ അവർ ഭീഷണി മറ്റു പലതും കൊണ്ട് രക്ഷപ്പെടുകയും ഇല്ലാത്ത ഇതുപോലുള്ള കാര്യത്തിന് ഇത് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ട്. ഏതായാലും ഇത് നമുക്ക് വളരെ ഞെട്ടലോടുകൂടിയേ കാണാനും കേൾക്കാനും കഴിയത്തുള്ളൂ. PS മാഷ് പറഞ്ഞ പോലെ ഇത് ആ ഒരു സമൂഹത്തിൻ്റെ, കുഞ്ഞാണെങ്കിലും അതിൻ്റെ മാനസികാവസ്ഥ അത് വല്ലാത്ത ഒരു ക്രിമിനൽ മാനസികാവസ്ഥയാണ്. അത് നമ്മുടെ ദേശത്തിനും അല്ലെങ്കിൽ നാടിനും ഒന്നും ഗുണം ചെയ്യുന്നൊരവസ്ഥയില്ല. അപ്പോൾ ഇത് എങ്ങനെ ആവാതിരിക്കട്ടെ, അത് എല്ലാവരും ശ്രദ്ധിക്കട്ടെ. കാരണം പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ബിഗ് ശ്രദ്ധിക്കലാണ്. പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് ആണ്. കാരണം അവിടെ നമുക്ക് പറയാനുള്ളത് എല്ലാ കേസുകളും ശരിയായ രീതിയിൽ ഒരു അന്വേഷണം നടത്തി കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിനകത്തെ എല്ലാ കാര്യങ്ങളിലും അന്വേഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. അന്വേഷണം സത്യസന്ധവുമാണെങ്കിൽ നല്ലത്.